സെക്കൻഡ് മൊഡ്യൂളിന്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സെക്കൻഡ് മൊഡ്യൂളിന്റെ സിലബസ് ഈ രീതിയിലാണ്. രണ്ട് ഹാഫായിട്ട് നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ടർബൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ടർബൈൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യമാണ്. ഇത് ക്ലാസ് റൂമിൽ കുറച്ചെടുത്തതാണ്. അതിന്റെ കാര്യം വളരെ ബ്രീഫായിട്ട് ഒന്ന് പറയുകയാണ്. ശ്രദ്ധിക്കുക, മൂന്നായിട്ട് നമുക്ക് ടർബൈൻ ക്യാരക്ടറിസ്റ്റിക്സിനെ തരംതിരിക്കാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യം മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, മൂന്ന് കോൺസ്റ്റന്റ് എഫിഷ്യൻസി ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെ മൂന്ന് രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ, ഓരോ ടർബൈനുകളും വ്യത്യസ്ത ഹെഡിൽ ആയിരിക്കും നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഡിലായിരിക്കാം, പർട്ടിക്കുലർ ഡിസ്ചാർജിലായിരിക്കാം, ഒരുപക്ഷെ ഇന്ന പവർ കിട്ടത്തക്ക രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കാം ഓരോ ടർബൈനുകളും ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ ഡിസൈൻഡ് കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഒരു ഹെഡ് വേരി ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുമ്പോൾ മറ്റ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് പെർഫോമൻസ് ഓഫ് ടർബൈൻസ് എന്നുള്ള കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഹെഡ്, രണ്ട് ഗേറ്റ് ഓപ്പണിംഗ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആക്കി നിർത്തുകയും എന്നാൽ സ്പീഡിനെ നമ്മൾ വേരി ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ടർബൈൻ റൺ ചെയ്യുകയും അതിന്റെ ബ്രേക്ക് പവർ മെഷർ ചെയ്യുന്നു, അതിന്റെ ഓവറോൾ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നു, ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നു. മുതലായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരെ തമ്മിൽ, ഈ പാരാമീറ്റേഴ്സിന്റെ തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ടർബൈൻ്റെ പെർഫോമൻസിനെയാണ് കോൺസ്റ്റന്റ് ഹെഡ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഈ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ് ഒരു കപ്ലാൻ ടർബൈനിൽ എങ്ങനെ, ഒരു ഫ്രാൻസിസ് ടർബൈനിൽ എങ്ങനെ, ഒരു പെൽട്ടൺ ടർബൈനിൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഗ്രാഫുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു പെൽട്ടൺ ടർബൈനിന്റെ ഗ്രാഫുകളാണ്. ഒരു പെൽട്ടൺ ടർബൈനിന്റെ നമുക്കറിയാം ഇവിടെ സ്പീഡിനെയാണ് വേരി ചെയ്യുന്നത്. ആ സ്പീഡും ഡിസ്ചാർജ് തമ്മിൽ എങ്ങനെ വേരി ചെയ്യുന്നു, ആ സ്പീഡും യൂണിറ്റ് പവർ തമ്മിൽ എങ്ങനെ വേരി ചെയ്യുന്നു, ആ സ്പീഡും ഓവറോൾ എഫിഷ്യൻസി തമ്മിൽ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്നുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പെൽട്ടൺ ടർബൈൻ്റെ ഓരോ പർട്ടിക്കുലർ ഗേറ്റ് ഓപ്പണിങ്ങിൽ 1/1/4, ഹാഫ്, 3/4 ഓരോ ഓപ്പണിങ്ങിൽ, ഗേറ്റ് ഓപ്പണിങ്ങിലും എങ്ങനെയാണ് ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ് നോക്കൂ. ഒരു പെൽട്ടൺ ടർബൈനിലെ ഡിസ്ചാർജ് ഒരു കോൺസ്റ്റന്റ് ലൈനാണ് ഒരു പർട്ടിക്കുലർ ഗേറ്റ് ഓപ്പണിങ്ങിന് കാണുന്നത്. എന്നാൽ മറ്റുള്ള പവറിന്റെയും അതുപോലെ ഓവറോൾ എഫിഷ്യൻസിയുടെയും കാര്യം ഒരു പാരാബോളിക് നേച്ചറിലാണ് കാണുന്നത്. എന്നാൽ ഇതേ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം ഒരു ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ എടുക്കുമ്പോഴത്തേക്കും നോക്കിയേ, ഇവിടെ ഒരു ഡിക്രീസ് ചെയ്ത് വരുന്ന രീതിയിലാണ്. അതായത് യൂണിറ്റ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓരോ വ്യത്യസ്ത ഗേറ്റ് ഓപ്പണിങ്ങിൽ ഡിസ്ചാർജിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മെയിൻ ക്യാരയില്. അതുപോലെ തന്നെ എന്നാൽ പവറിന്റെ കേസിലും ഓറൽ എഫിഷ്യൻസിന്റെ കേസിലും മറ്റ് വലിയ വ്യത്യാസങ്ങളില്ല. ഏകദേശം ഒരു പാരാബോളിക് ഷേപ്പ് തന്നെയാണ് ഇവിടെയും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു കപ്ലാൻ ടർബൈൻ്റെ കേസ് എടുക്കുക. കപ്ലാൻ ടർബൈൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഈ ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ലോപ്പാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ പവറിന്റെയും അതുപോലെ തന്നെ ഓറൽ എഫിഷ്യൻസിയുടെയും കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇതാണ് ഒരു കോൺസ്റ്റന്റ് ഹെഡ് ക്യാര എന്ന് പറയുന്നത് അപ്പോൾ ടർബൈൻസ്. ഇനി നമുക്ക് ക്യാരയിലെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് ക്യാര എന്നാണ്. ഓപ്പറേറ്റിംഗ് ക്യാരയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീഡിനെ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നു. ഓക്കെ, അപ്പൊ ഗേറ്റ് ഓപ്പണിംഗ് നമ്മൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ സ്പീഡിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത്. നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് ഒന്നാമത്തെ കേസിൽ നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എത്ര ലോഡാണ്, അതിന്റെ പെർസെൻറ്റേജ് എത്ര, ലോഡിന്റെ പെർസെൻറ്റേജും അതുപോലെ തന്നെ ഓവറോൾ എഫിഷ്യൻസിയുടെ എത്രയാണെന്നുള്ളതും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നതാണ്. ഏത് കണ്ടീഷനിൽ, സ്പീഡ് എൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എത്രയാണ് ലോഡ്, ആ ലോഡിനനുസരിച്ചുള്ള ഓവറോൾ എഫിഷ്യൻസി എങ്ങനെ എന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്കറിയാം ഇതാണ്
ഫ്രാൻസിസ് ടർബൈൻ്റെ കർവ് പോകുന്നത്. അതുപോലെ തന്നെ പെൽറ്റൺ ടർബൈൻ്റെ കർവ് ഈ രീതിയിലാണ് പോകുന്നത്. അതേസമയം കപ്ലാൻ്റെ കർവ് ഈ രീതിയിലുമാണ്. ഇങ്ങനെ 3 കർവ്സ് നമുക്ക് ഒരു ഓറൽ എഫിഷ്യൻസിയുടെ ഷേപ്പിൽ തന്നെയുള്ള കർവ്സ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അടുത്ത ഇതാണ് നമ്മൾ ലാബിൽ ചെയ്യുന്ന ബി എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ചാർജിനെ വെച്ചുകൊണ്ട് നോക്കുക. എക്സ് ആക്സിസിൽ ഡിസ്ചാർജും വൈ ആക്സിസിൽ ഓവറോൾ എഫിഷ്യൻസിയും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ, ബ്രേക്ക് പവർ അല്ല ഷാഫ്റ്റ് പവറും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് വരയ്ക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കാണുന്നത്. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഒരു കർവ് പോലത്തെ ഒരു സാധനമായിരിക്കും കാണുന്നത്. അപ്പോൾ ഏത് കണ്ടീഷനിലാണ് സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഡിസ്ചാർജും അതുപോലെ തന്നെ ഓവറോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ ഡിസ്ചാർജ് വേഴ്സസ് ഷാഫ്റ്റ് പവർ വരിക്കുന്ന ഈ ഒരു കർവിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ കോൺസ്റ്റന്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഐസോ എഫിഷ്യൻസി അല്ലെങ്കിൽ മുഷേൽ കർവ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. എഫിഷ്യൻസിയും സ്പീഡും തമ്മിൽ ഒരു ഗ്രാഫ് വരികയാണെങ്കിൽ എഫിഷ്യൻസി ടർബൈൻസിന്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ സ്പീഡും തമ്മിൽ ഒരു ഗ്രാഫ് വരികയാണെങ്കിൽ ഒരു പാരാബോളിക് നേച്ചർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ പാരാബോളിക് നേച്ചറിൽ നമ്മൾ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ വരച്ചു നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഈ പർട്ടിക്കുലർ സ്ഥലത്ത് എഫിഷ്യൻസി സെയിം ആണ്. അതായത് ഇവിടെ N1 വരുമ്പോഴും ഇവിടെ N7 വരുമ്പോഴും N1ലും ഈ N7ലും എന്താണ് ഐസോ എഫിഷ്യൻസി സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് നമ്മൾ ഐസോ എഫിഷ്യൻസി, ഈ പോയിന്റ് ഇവിടെ സെയിം എഫിഷ്യൻസി ആണ്. സോ ഇതേ ഒരു കാര്യത്തിന് സ്പീഡും ഡിസ്ചാർജും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരികയാണെങ്കിൽ ഈ രീതിയിലുള്ള വേരിയേഷൻ ആണ് വരുന്നത്. ആ പർട്ടിക്കുലർ കർവില് കോൺസ്റ്റന്റ് എഫിഷ്യൻസി വരുന്നത് നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ η3യും ഇവിടെ നിന്നുള്ളത് η3യും സെയിമും. അതെന്താ, അതിന്റെ കാരണം എന്താ, അത് താഴേക്ക് വരികയാണെങ്കിൽ ഈ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്, ഈ പോയിന്റ് ലെഫ്റ്റിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി സെയിം ആണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സെന്ററിൽ മാക്സിമം എഫിഷ്യൻസി വരുന്ന സ്ഥലത്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്. അല്ലാതെ ഏത് പോയിന്റ് എടുത്താലും അവിടെ രണ്ട് എഫിഷ്യൻസികൾ കാണാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏറ്റവും ടോപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എഫിഷ്യൻസി ഉണ്ട്, ഇവിടെ ഒരു എഫിഷ്യൻസി ഉണ്ട്. ഈ രണ്ട് എഫിഷ്യൻസികളും η1 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ എഴുതുകയാണെങ്കിൽ ഇവിടെ η2, ഇവിടെയും സെയിം എഫിഷ്യൻസിയാണ് η2 ഉണ്ടോ, ഈ എഫിഷ്യൻസി η2 ആയതുകൊണ്ട് ഈ രീതിയിൽ കിട്ടിയ എഫിഷ്യൻസികളെ നമ്മൾ സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജ് എന്നുള്ള രീതിയിലേക്ക് പകർത്തി വരച്ചു. ഇനി ഈ പർട്ടിക്കുലർ കാര്യം ഒരു പർട്ടിക്കുലർ ഗേറ്റ് ഓപ്പണിങ്ങിലാണ്. അപ്പൊ നമ്മൾ അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യത്യസ്ത ഗേറ്റ് ഓപ്പണിംഗ്, ഫുള്ളി ഗേറ്റ് ഓപ്പണിങ്ങിനാണ് ആ കണ്ടീഷൻ. അതിന്റെ താഴെയുള്ള ഗേറ്റ് ഓപ്പണിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പോയിന്റുകൾ അടുത്ത ഒരു ലാഫിൽ ഈ എഫിഷ്യൻസികൾ ഓരോ പോയിന്റുകൾ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ 0.5 ഗേറ്റ് ഓപ്പണിങ്ങിനും സിമിലർ ആയിട്ടുള്ള കുറെ ഈ ഐസോ എഫിഷ്യൻസി പോയിന്റ്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ഇങ്ങനെ വരച്ചു പോകാം. അതുപോലെ തന്നെ 0.25 ഗേറ്റ് ഓപ്പണിങ്ങിനുള്ള ഈ ഒരു ലൈൻ വരയ്ക്കുന്നു. അവിടെയും ഐസോ അതായത് എഫിഷ്യൻസിയുടെ വ്യത്യസ്ത പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ η1 വന്ന പോയിന്റുകളെല്ലാം തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. η2ന്റെ പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. η3യുടെ പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇങ്ങനെയുള്ള കർവിനെയാണ് നമ്മൾ ഐസോ എഫിഷ്യൻസി കർവ് എന്ന് പറയുന്നത്. അതേസമയം മാക്സിമം നടുക്ക് വന്ന സാധനമാണ് മാക്സിമം എഫിഷ്യൻസി. ഈ പർട്ടിക്കുലർ കർവിനെ നമ്മൾ ബെസ്റ്റ് പെർഫോമൻസ് കർവ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ഇതാണ് ഒരു ടർബൈന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിക്കുന്ന 3 കർവുകൾ. ഇത് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്. അപ്പൊ ഇത് ശരിക്കും പഠിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഫ്റ്റ് ട്യൂബിനെ കുറിച്ചുള്ള കാര്യം പഠിക്കാം.